അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനിൽ വരുന്ന ഏറ്റവും പ്രയാസമുള്ള ഒരു ദിവസമാണ് അവൻ ഖബറിലേക്ക് വരുന്ന ആദ്യത്തെ ദിവസം. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു മനുഷ്യന്റെ ഖബറിലെ ആദ്യ രാത്രി വലിയ സൗകര്യങ്ങളിൽ നിന്നാണ്, വിശാലമായ ലോകത്ത് നിന്നാണ് അവൻ ഈ ഇടുങ്ങിയ ലോകത്തേക്ക് വന്നിരിക്കുന്നത്. വെളിച്ചമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഇരുട്ടുള്ള ഈ അവസ്ഥയിലേക്ക് അവൻ വന്നത്. ആൾക്കൂട്ടത്തിൽ നിന്നാണ് അവൻ ഏകാന്തതയിലേക്ക് വന്നിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ പ്രയാസമുള്ള ഏറ്റവും വലിയ ദിനം അവൻ ഖബറിൽ കിടക്കുന്ന ആദ്യത്തെ ദിവസം. നമ്മൾ ആരെങ്കിലും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെപ്പറ്റി ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ മാത അഹദും മിൻ ഇഖ്വാനിക്കും, നിങ്ങളിലെ സഹോദരങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ, വസവ്വൈതും അലൈഹി തുറാബ്, നിങ്ങൾ അദ്ദേഹത്തിനെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ, ഫൽയക്കും അഹദുക്കും അലാ റഅ്സിൽ ഖബർ, ഒരാള് ഖബറിന്റെ തലഭാഗത്ത് നിൽക്കട്ടെ. എന്നിട്ട് വല്യഖുൽ യാ ഫുലാൻ ഇബ്നു ഫുലാന യാ അബ്ദല്ലാഹ് ഇബ്നു അമത്തില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഖബറിലെ ചോദ്യത്തിന്റെ ആ മറുപടി പറഞ്ഞു കൊടുക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഹദീസ് തൊബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു മരണത്തിന്റെ തൊട്ടു മുമ്പ് കൂടിയിരിക്കുന്ന ആളുകളോട് വസിയ്യത്ത് ചെയ്യുകയാണ്, അഖീമു ഇൻദ ഖബരി, നിങ്ങൾ എന്റെ ഖബറിന്റെ അടുത്ത് നിൽക്കണേ, മറവ് ചെയ്തിട്ട് പെട്ടെന്ന് പോകരുതേ. അഖീമു ഇൻദ ഖബരി, എന്റെ ഖബറിന്റെ അടുത്ത് നിങ്ങൾ നിൽക്കണം. ബിഖദ്രി മാ തുൻഹറു ജസൂറുൻ വയുഖ്സമു ലഹ്മുഹാ, ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം സപ്ലൈ ചെയ്യാനുള്ള സമയം നിങ്ങൾ അവിടെ കാത്തു നിൽക്കണം. ഹത്താ അസ്തഇനിസ അസ്തഇനിസബിക്കും, നിങ്ങളെ കൊണ്ട് ഒരൽപ്പം ടൈം പാസ്, ഞാൻ ഏകാന്തതയിലാണ്, ഞാൻ ഇരുട്ടറയിലാണ്, എനിക്കിവിടെ ഒന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് പോകരുത്. ഹത്ത അസ്തഇനിസബിക്കും, നിങ്ങളെ കൊണ്ടൊരു ചെറിയ ടൈം പാസ് എനിക്കുണ്ടാകട്ടെ. റബ്ബി, എന്റെ റബ്ബിന്റെ റുസുലാകുന്ന ദൂതന്മാരാകുന്ന മലക്കുകൾ ഇപ്പൊ ഇവിടെ എത്തും, അവരോട് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയണം. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ പോകരുത്. ഒട്ടകത്തിന് അറുത്ത് സപ്ലൈ ചെയ്യുന്ന സമയം നിങ്ങൾ അവിടെ കാത്തു നിൽക്കണമെന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തത് ഹദീസിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നാള് ഖബറിൽ കടക്കുന്ന ആദ്യ രാത്രി, ഇതിനെപ്പറ്റി നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ പച്ച മണ്ണിൽ, ആ ഇരുട്ടറയിൽ, ആ ഏകാന്തതയിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുകയാണ്. നമ്മൾ വന്ന ലോകം നിങ്ങൾ നോക്ക്, പരിചയമില്ലാത്തൊരു ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മുടെ ഒരു ഏകാന്തത, നമുക്ക് ഭാഷ അറിയാത്ത, നമുക്ക് മുഖപരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു വിദേശ രാഷ്ട്രത്തിൽ പോയാൽ നമ്മുടെ ഏകാന്തത നമുക്ക് എത്ര പ്രയാസപ്പെടുത്തും. അതിനേക്കാൾ ഭീകരമാണ് മഹാനായ മുഹമ്മദ് ബിൻ സമ്മാക്ക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു ദിവസം ഒരു മഖബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരു ശ്മശാനത്തിൽ ഞാൻ എത്തി. നോക്കുമ്പോൾ അവിടെ ആ ഖബറിന്റെ ഒരു ഖബറിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, യമുറു അഖാരിബി ജനബാതി ഖാബിരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി, യമുറു അഖാരിബി അല ജനബാത്തി ഖബരി, എന്റെ കുടുംബങ്ങളൊക്കെ ഈ ഖബറിന്റെ പരിസരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. കഅന്ന അഖാരിബി ലം യഅരിഫൂനി, എന്റെ കുടുംബക്കാർക്ക് എന്നെ അറിയാത്തത് പോലെയുണ്ട്. കാണുമ്പോൾ ചിരിച്ചിരുന്നവര്, കൈ തന്നിരുന്ന ആളുകള്, കുറെ കാലമായല്ലോ കാണാതായിട്ട് എന്ന് പറഞ്ഞ് വിശേഷങ്ങൾ അന്വേഷിക്കുന്നവര്, ഇപ്പൊ നോക്കുമ്പോ കഅന്ന അഖാരിബി ലം യഅരിഫൂനി, അവരെന്നെ അറിയാത്തത് പോലെ എന്റെ ഖബറിന്റെ അടുത്ത് കൂടെ പാസ് ചെയ്യുകയാണ്. ദബുൽ മീറാസി യഖ്തസിമൂന മാലി വമാ യഅലൂന അൻജഹദു ദുയൂനി, എന്റെ മുതലൊക്കെ ഓഹരി വെക്കാൻ അവര് വല്ലാതെ തിടുക്കം കാണിച്ചു.
പക്ഷെ എൻ്റെ കടം വീട്ടാൻ അവരാരും ശ്രദ്ധ കാണിച്ചില്ല എന്ന് ഒരു ഖബറും പുറത്ത് എഴുതി വെച്ചത് ഞാൻ കണ്ടു എന്ന് മഹാനായ മുഹമ്മദ് സമ്മാക്ക് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഇതന്നെയല്ലേ അവസ്ഥ? നമ്മുടെ ബന്ധുക്കൾ ഇവിടെ കിടക്കുന്നുണ്ട്, കുടുംബങ്ങൾ നമ്മൾ കിടക്കുന്നുണ്ട്. ഒരു 4 ദിവസം കണ്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നവരാണ്, സുഖവിവരം ചോദിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോ ഒരു പരിചയവുമില്ലാതെ നമ്മൾ പരിസരത്തിലൂടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് ഖുർആൻ ഓതുക, മരണപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഒരു ശ്മശാനത്തിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ 11 പ്രാവശ്യം ഇഖ്ലാസ് ഓതിയിട്ട് ആ മക്ബറയിലുള്ളവർക്ക് ഹദിയ ചെയ്താൽ അവരുടെ ഒക്കെ ഖബറിൽ അല്ലാഹു പ്രകാശം കൊടുക്കുമെന്നും ഇവൻ മരണപ്പെട്ടാൽ ഇവന്റെ ഖബറിൽ പ്രകാശം കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്തൊരു ലോകമാണ്. മഹാനായ സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആത്മധൈര്യത്തിന്റെ പര്യായമാണ്. പക്ഷെ ഖബർ കണ്ടാൽ വിങ്ങി പൊട്ടുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ പിന്നെ നിലവിളിക്കുകയാണ്. ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ലൈതനി ലം തലിദിനി ഉമ്മി, എൻ്റെ ഉമ്മ എന്നെ ഈ ലോകത്തേക്ക് പ്രസവിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു ദിവസം വൈക്കോലിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, യാ ലൈതനി കുന്തു ഹാദിഹി തിബ്ന, ഞാൻ ഈ വൈക്കോൽ തുരുമ്പായിരുന്നെങ്കിൽ ഈ ഖബറിൽ കിടക്കേണ്ട അവസ്ഥ എനിക്ക് ഇല്ലായിരുന്നു, അള്ളാഹുവിന്റെ വിചാരണ എനിക്ക് വരില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആളുകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഖബർ ഓർത്ത് അവർ വിങ്ങിപ്പൊട്ടുകയാണ്. നമ്മളും പോകേണ്ടവരാണ്. ഒരു സ്ട്രോക്ക് വന്നാൽ പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല. പെട്ടെന്നൊരു സഡൻ അറ്റാക്ക് വന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പോയി. കാരണമില്ല, സമയമില്ല, നേരത്തെ മെസ്സേജ് അറിയിക്കലില്ല, മുന്നറിയിപ്പ് തരാറില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരാകണം. എപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ വിജിലന്റ് ആകണം. അല്ലാഹു തആല നമുക്ക് ആഖിബത്ത് നന്നായ മരണം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.